കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വലിയ ആവേശപൂർവവും ഒപ്പം നശിച്ചു പോയിട്ടില്ലാത്ത സ്നേഹത്തിൻ്റെ കഥകളും പറഞ്ഞ് ഒരുപോലെ ചർച്ചയാക്കിയ ഒരു മാതൃകാപരമായ സംഭവം ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ എസ് ജാവേദിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച കടുത്ത അച്ചടക്ക നടപടിയും മണിക്കൂറുകൾക്കകം ആ നടപടി റദ്ദാക്കാൻ കാരണമായ മുഖ്യമന്ത്രി സതീശൻ്റെ രാഷ്ട്രീയ ഇടപെടലുമാണ് കേരളത്തിന് നല്ലൊരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടുന്ന പെരുമാറ്റച്ചട്ടങ്ങളും മാനുഷിക പരിഗണനയും തമ്മിൽ മാറ്റുരച്ച ഒരു അസാധാരണ സംഭവ വികാസത്തിനാണ് കേരളം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, സർവീസിൽ നിന്നും വിരമിക്കാൻ വെറും 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ജവാദിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സസ്പെൻഷൻ ഉത്തരവ് ലഭിക്കുന്നത്. മെയ് 31 ഔദ്യോഗിക ജീവിതത്തോട് വിട പറയാൻ ഒരുങ്ങി നിന്ന ഒരു മുതിർന്ന അധ്യാപകന് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ നേരിടേണ്ടി വന്നത് കടുത്ത അച്ചടക്ക നടപടിയും അതേ തുടർന്ന് മാനസിക പ്രയാസവുമായിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശമായി ചിത്രീകരിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഈ അടിയന്തര നടപടി വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളും പോസ്റ്ററുകളും ഉപയോഗിച്ച് അദ്ദേഹത്തെ അവഹേളിക്കുന്ന രീതിയിൽ പ്രിൻസിപ്പൽ പെരുമാറി എന്നതായിരുന്നു ഉയർന്നു വന്ന ആരോപണവും അതാണ് സത്യവും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ പുലർത്തേണ്ടുന്ന കൃത്യമായ ചട്ടങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് തല അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വ്യക്തികളെയും സർക്കാരിനെയും ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവരെയും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നത് കൃത്യമായ ചട്ടലംഘനവും അച്ചടക്കമില്ലായ്മയുമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ കടുത്ത നടപടിയിലേക്ക് വകുപ്പ് നീങ്ങുകയായിരുന്നു. എന്നാൽ ഈ വാർത്തയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങി കൃത്യം മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി എന്നത് തന്നെയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ നേരിട്ട് യാതൊരുവിധ പരാതിയും ഒരിടത്തും നൽകിയിരുന്നില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. പുറത്തുനിന്നുള്ള ചില വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുകയും നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. തൻ്റെ പേരിൽ ഒരു സർക്കാർ സ്കൂൾ പ്രിൻസിപ്പൽ സർവീസിൽ നിന്നും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സസ്പെൻഷനിലായി എന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഉടനടി ഈ വിഷയത്തിൽ ഇടപെടുകയുമാണ് ചെയ്തത്. നീണ്ട വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കലിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു അധ്യാപകൻ സ്വന്തം ബുദ്ധിമോശം കണ്ട് ഭാവി ജീവിതത്തെയും പെൻഷൻ ആനുകൂല്യങ്ങളെയും ഈ സസ്പെൻഷൻ ബാധിക്കുമെന്നൊരു മാനുഷിക പരിഗണനയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇവിടെ മുന്നോട്ട് വച്ചത്. കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു അധ്യാപകനെ കടുത്ത നടപടിയിലേക്ക് തള്ളിവിടുന്നത് ശരിയല്ല എന്ന വലിയ നിലപാടെടുത്തു സതീശൻ എന്ന മനുഷ്യൻ. തുടർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തരമായി ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് നേരിട്ട് നിർദ്ദേശിച്ചു. കടുത്ത ഭരണപരമായ തീരുമാനങ്ങൾക്കിടയിലും മുഖ്യമന്ത്രി കാണിച്ച ഈ വലിയ മാനുഷിക മുഖം അത് വലിയ രീതിയിലാണ് ജനശ്രദ്ധ ആകർഷിച്ചത്. രാഷ്ട്രീയമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട്. എങ്കിലും അത് വ്യക്തിഹത്യയിലേക്ക് കടക്കുമ്പോൾ നിയമ നടപടികൾ സ്വാഭാവികമാണ്. എങ്കിൽ പോലും ഒരു അധ്യാപകൻ്റെ സാമൂഹിക സുരക്ഷിതത്വത്തെയും അന്തസ്സിനെയും ഓർത്ത് നടപടികളിൽ ഇളവ് വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായത് രാഷ്ട്രീയ കേരളത്തിനൊരു പുതിയ മാതൃകയാണ് നൽകുന്നത്. സൈബർ ഇടങ്ങളിലെ വ്യക്തിഹത്യകളും കേരളത്തിൽ പുതിയൊരു ചർച്ചാ വിഷയമല്ല. സമാനമായ ഒരു വിഷയത്തിൽ മുൻപ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചത് ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ്. തൻ്റെ മുഖം നഗ്നനായ ഒരു വ്യക്തിയുടെ ചിത്രത്തിനൊപ്പം മോർഫ് ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചൊരു KSRTC ജീവനക്കാരനെതിരെ മുൻപ് സർക്കാർ കർശനമായ നടപടിയെടുത്തത് നമ്മൾ കണ്ടു. ഇത്തരം മോശം പ്രവൃത്തികൾ സമൂഹത്തിൽ ഒരു കാരണവശാലും ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ഈ സർക്കാർ പറയുമ്പോഴും സൈബർ ആക്രമണങ്ങൾക്കും അപകീർത്തിപ്പെടുത്തലുകൾക്കുമെതിരെ സർക്കാർ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയതുമാണ്. സൈബർ ഇടങ്ങളിൽ ഭരണ നേതാക്കൾ നേരിടുന്ന ആക്രമണങ്ങൾ പരിധി വിടുമ്പോൾ കർശനമായ നടപടികൾ അനിവാര്യമാണെന്ന സർക്കാരിൻ്റെ പൊതു നിലപാടിൻ്റെ ഭാഗമായാണ് ഈ അധ്യാപകനെതിരെയും പ്രാഥമികമായി നടപടി ഉണ്ടായത്. എന്നാൽ സർക്കാരിൻ്റെ കടുത്ത ചട്ടങ്ങൾ നിലനിൽക്കുമ്പോഴും ഭരണത്തിലെ മാനുഷിക പരിഗണനയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി എടുത്ത തീരുമാനം കടുത്ത നടപടികൾക്കൊരു താൽക്കാലിക ആശ്വാസമായി മാറുകയായിരുന്നു. അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചട്ടലംഘനത്തെ പൂർണ്ണമായി ന്യായീകരിക്കാൻ കഴിയില്ല എങ്കിലും
വിരമിക്കൽ പ്രായത്തിലെത്തിയ ദിവസമെത്തിയ ഒരു വ്യക്തിയോട് കാണിക്കേണ്ടുന്ന കരുണയാണ് ഇവിടെ മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിച്ചത്. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ശത്രുതകൾക്കപ്പുറം പരസ്പര ബഹുമാനവും മാനുഷിക മൂല്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് മണിക്കൂറുകൾക്കകം സസ്പെൻഷൻ റദ്ദാക്കാനുണ്ടായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തത് ജനാധിപത്യത്തിലെ മനോഹരമായ ഒരു കാഴ്ചയായി കാണുകയാണ്. ശിക്ഷിക്കുന്നതിനേക്കാൾ തെറ്റുകൾ തിരുത്താനും മനുഷ്യത്വപരമായി സമീപിക്കാനുമുള്ള ഭരണ നേതൃത്വത്തിൻ്റെ ഈ തീരുമാനം അത് സമൂഹത്തിന് നൽകുന്ന ഒരു പോസിറ്റീവായ സന്ദേശം തന്നെയാണ്.